ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം വേണ്ടുന്നത് ഉരുളൻകിഴങ്ങാണ്. 2 ഉരുളൻകിഴങ്ങ് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഒരു മാഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ കൈകൊണ്ടായാലും ഒട്ടും തന്നെ കട്ടകളില്ലാതെ തന്നെ വേണം നമ്മളിതിവിടെ ഉടച്ചെടുക്കാൻ. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് മുരിങ്ങയിലയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മുരിങ്ങയില ഒന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സവാള ഇവിടെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് എല്ലാ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ മുരിങ്ങയില വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.